ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ +1 ഓണം എക്സാമിന് നമുക്ക് 6 ചാപ്റ്റേഴ്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ ആ 6 ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കണം എന്ന് പറയുന്ന കുറച്ച് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് മിസ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒഫീഷ്യലി ഓണം എക്സാം ഇല്ല എന്ന് കരുതി എൻ്റെ കുട്ടികൾ ആരും തന്നെ ഉഴപ്പാൻ നിൽക്കരുത്. ഇപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതരുത്. അത് നിങ്ങളുടെ ലോഡ് കൂട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നടത്തുന്ന ആ ഓണം എക്സാം നിങ്ങൾക്ക് ഒറിജിനലി ഒഫീഷ്യലി നടക്കുന്ന എക്സാം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ്, ഇതെന്തായാലും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടോപ്പിക്സാണ് മിസ് പറയണേ. അപ്പോൾ ലിവിങ് വേൾഡ് നമുക്ക് കാര്യമായിട്ട് ഒത്തിരി ഒന്നുമില്ല അല്ലേ, എന്നാലും അതിനകത്തുള്ള ബൈനോമിയൽ നോമൻക്ലേച്ചർ അതുപോലെ ടാക്സോണമിക് കാറ്റഗറി. അപ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ICBNും അതുപോലെ തന്നെ ICZനും ദെൻ നമ്മുടെ ലിനിയേഴ്സിൻ്റെ റൂൾസും ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആകും. അതെന്തായാലും നോക്കുക. ആൻഡ് ടാക്സോണമിക് കാറ്റഗറിയിൽ നമ്മുടെ കീപ്പ് ഓർ ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക് ആ ഒരു കാറ്റഗറീസ് നോക്കുക. റെഡി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡറിൽ ചോദിക്കും. ദെൻ നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഏരിയാസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് പ്രപ്പോസ് ചെയ്തത്, അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്, ദെൻ ആർക്കി ബാക്ടീരിയയുടെ ആ ഒരു 3 ടൈപ്സ് ഏതൊക്കെയാണ്, ഓക്കെ, ദെൻ സയനോ ബാക്ടീരിയയുടെ എന്താണ് അത് ഫോട്ടോസിന്തറ്റിക് ആവാൻ കാരണം എന്നതിനകത്തുള്ള സ്പെഷ്യലൈസ്ഡ് സെൽ, നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെൽ ഏതാണ്, ആൻഡ് ബാക്ടീരിയയുടെ യൂസസ്, ഇത് നമുക്കൊരു 2 മാർക്സിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ക്വസ്റ്റൻ ആണ്. ദെൻ ഡയറ്റമീഷ്യസ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, ദെൻ നമ്മുടെ ഫംഗസിൻ്റെ ജനറൽ ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹൈഫേ, മൈസീലിയം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതിൽ തന്നെ നമ്മുടെ ലൈക്കൻസും അതുപോലെ നമ്മളുടെ മൈക്കോറൈസ, ഓക്കെ, മൈക്കോറൈസ വരും. ദെൻ നമ്മുടെ പ്രൊട്ടസ്റ്റയിലെ ആ ഒരു പ്രോട്ടോസോവൻസിൻ്റെ 4 കാറ്റഗറി, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വൈറസും വൈറോയിഡും ലൈക്കിനും പ്രിയോൺസും ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇത് നമ്മൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ അവർ ടെക്സ്റ്റ് ബുക്ക് അരിച്ചു പിറക്കി ഇമ്പോർട്ടൻ്റ് ഏരിയതിനേക്കാളും പുറമേ നിന്നും ചോദിക്കും. അതുകൊണ്ട് തന്നെ എല്ലാം കൺസിഡർ ചെയ്യുന്നതാണ് നല്ലത്. ദെൻ നമ്മുടെ പ്ലാൻ കിങ്ഡത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി കുഞ്ഞൊരു കിങ്ഡമാണ്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാവരെയും നിങ്ങൾ നോക്കണം. ഓക്കെ, അതിൽ തന്നെ നമ്മളുടെ ആൽഗയുടെ ആണെങ്കിൽ ആ ക്ലാസിഫിക്കേഷനും അവരുടെ യൂസസും ആൽഗയുടെ ജനറൽ ക്രൈറ്റീരിയ, പ്രയോഫൈറ്റ്സിൻ്റെ ആണെങ്കിൽ അവരുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും അവരുടെ ടൈപ്സ്, നമുക്ക് 2 ടൈപ്സ് ഒക്കെ ഉണ്ട് അല്ലേ, അത് നോക്കണം. ദെൻ ടെറിഡോഫൈറ്റ്സിൻ്റെ അവരുടെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും ഇതിൽ ഹെട്രോസ്പോറിയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. ദെൻ ജിംനോസ്പോംസിൻ്റെ അഡാപ്റ്റേഷൻസും അതേപോലെ തന്നെ അവരുടെ എക്സാമ്പിൾസും, അപ്പോൾ അവർക്ക് എക്സ്ട്രീം ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിന് അവരെങ്ങനെയാണ് പിടിച്ച് നിൽക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ദെൻ നമ്മളുടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സുവോളജി സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള നമ്മുടെ അനിമൽ കിങ്ഡത്തിൽ നമ്മുടെ സീലം അതിൻ്റെ 3 ടൈപ്പ്, അതുപോലെ സിമെട്രി അതിൻ്റെ 3 ടൈപ്പ്, ഓർഗനൈസേഷൻ ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും അത്. ദെൻ കോമൺ നെയിംസ്, എല്ലാ ഫൈലത്തിനും നമുക്ക് ഓരോ കോമൺ നെയിം ഉണ്ട്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഫൈലത്തിന് മാത്രം നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല. പകരം അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഫൈലത്തിൽ നിന്ന് ഓരോ ഫീച്ചേഴ്സ് എടുക്കും. ഇപ്പോൾ ഫൈലം പോറിഫെറയുടെ കോമൺ നെയിം എന്താ, നിഡേരിയയുടെ എന്താ പറയുക, ടിനോഫോറേനെ എന്താ പറയുക, അനലിഡ്സിന് എന്താ പറയുക, ആസ്കെൽമിന്തസിന് എന്താ പറയുക, അങ്ങനെ നമുക്ക് വരും. അങ്ങനെ ഒരു 4 എണ്ണം തന്നിട്ട് ഒരു 2 മാർക്സിന് ചോദിക്കാം. ഓക്കെ, ദെൻ നമ്മളുടെ നിഡോബ്ലാസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ആൻഡ് പീസസിൻ്റെ ക്ലാസിഫിക്കേഷൻ, കോൺട്രിക്തീസും ഓസ്റ്റിക്തീസും വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ വേർട്ടബ്രേറ്റ് ക്ലാസിഫിക്കേഷൻ നമുക്കിങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി തരും. ദെൻ കോർഡേറ്റയുടെ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ അത് ലേബൽ ചെയ്യാനും ചോദിക്കും, അതേപോലെ നോൺ കോർഡേറ്റഡ് ആയിട്ട് കമ്പയർ ചെയ്യാനും ചോദിക്കും. ദെൻ ബേർഡ്സിൻ്റെ ആണെങ്കിൽ ഫ്ലൈയിങ് അഡാപ്റ്റേഷൻ. ഈ ചാപ്റ്ററിലെ എല്ലാം നിങ്ങൾ ജനറലി അറിഞ്ഞിരിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാലും നിങ്ങൾ കുറച്ചുകൂടി സ്ട്രെസ് കൊടുക്കേണ്ടത് മാത്രമാണ് മിസ് മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ദെൻ നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോട്ടണി സെക്ഷനിൽ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ റീജിയൻസ് ഓഫ് റൂട്ട് ഏതൊക്കെയാണ്, മെരിസ്റ്റമാറ്റിക് റീജിയൻ, എലോങ്ങേഷൻ റീജിയൻ, അതുപോലെ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള റീജിയൻ, അങ്ങനെ നോക്കുക. ദെൻ ലീഫ്, അതിൽ ഇൻഫ്ലോറസൻസ്, ദെൻ ഫ്ലവേഴ്സിൻ്റെ സിമെട്രിയുടെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ഓവറിയുടെ ബേസിൽ നമുക്ക് ഹൈപ്പോഗൈനസ്, എപ്പിഗൈനസ് ആ ഒരു ക്ലാസിഫിക്കേഷൻ. ദെൻ ടൈപ്സ് ഓഫ് എസ്റ്റിവേഷൻ, പ്ലാസൻ, ഫ്രൂട്ട്സിൻ്റെ പാർട്സ്, അതുപോലെ മോണോകോട്ട് സീഡ്, ദെൻ സൊളാനേസിയ ഫാമിലി, അതുപോലെ തന്നെ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ്. ഇത്രയും ഏരിയാസിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ദെൻ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിലേക്ക് വരുമ്പോൾ ആകെ നിങ്ങൾക്ക് ഫ്രോഗ് മാത്രമേ പഠിക്കാനുള്ളൂ. ആൻഡ് ഇത് നമ്മുടെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രോഗ്
മൊത്തത്തിൽ പഠിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു കുഞ്ഞു ടോപ്പിക്കല്ലേ. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ ഒട്ടും അറിയില്ല എന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ 1 ഷോട്ട് വീഡിയോസ് കാണാം, ഫ്രോഗ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതൊക്കെ കാണാം. അത് കണ്ടിട്ടെങ്കിലും പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഏരിയാസാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് കരുതി ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല. ഓൾറെഡി പഠിച്ചിട്ടുള്ള മക്കളാണെങ്കിൽ നിങ്ങളെല്ലാം റിവൈസ് ചെയ്യുക, ഇവിടെ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്യുക. ഓക്കെ, ആൻഡ് നമ്മുടെ ലൈവ് മറക്കാതിരിക്കുക. ഇന്ന് കറക്റ്റ് 7 PM നമ്മുടെ ചാനലിലേക്ക് വരിക. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ഓണം എക്സാം നമുക്കിപ്പോൾ സ്കൂളിൽ നിന്ന് നടത്തുന്നതായാലും നമുക്കങ്ങനെ വെറുതെ കളയാൻ പറ്റില്ല അല്ലേ. ഏതൊരു എക്സാമും അത് പഠിച്ച് തന്നെ എഴുതുക, നമുക്ക് അടിപൊളിയാക്കാം. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് 7 PM കാണാം.